ജോട്ടൊക്കെ ജോൺസൺ യൂട്യൂബ് ചാനലാണ്. ഇന്നത്തെ നമ്മുടെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ യൂത്തും നമ്മുടെ ഈ പള്ളിയുടെ അതുപോലെ കുറേ യുവാക്കളും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുവന്ന് നമ്മുടെ ഈ പരിസരങ്ങളും നമ്മൾ മെയിൻ റോഡും ഇടുക്കി വെൺമണി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വെൺമണിയിലുള്ള റോഡിൻ്റെ സൈഡുകൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന പണിയാണ് നടക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ട് നമ്മളിന്ന് പണികളെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണത്. ഇവിടെ വെച്ചാണ് നമ്മൾ ആരംഭം കുറിക്കുന്നത്. ബഹുമാനപ്പെട്ട ജേസൺ അച്ഛൻ, ജമാണി സാറ്, ഷനായി സാറ്, ജോയൽ സാറ്, അതുപോലെ അനീഷ് സാറ്, നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ജോൺസൺ സാറ്, സ്നേഹവും വാത്സല്യമുള്ളതായ യുവജന സുഹൃത്തുക്കളെ, നമ്മുടെ ചേലച്ചോട് ജില്ലയുടെ എല്ലാ മാസവുമുള്ള യുവജനങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ദേവാലയങ്ങളും ജില്ലയിലെ ദേവാലയങ്ങളും അതുപോലെ അതിനോട് ചേർന്നുള്ള സമീപ ടൗണുകളും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമുക്കെന്നെ അറിയാമല്ലോ, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ബൃഹത്തായ പദ്ധതിയാണ് മാലിന്യ മുക്ത നവകേരളം. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലീൻ ചർച്ച് ഗ്രീൻ പ്രൊജക്റ്റ് എന്ന പ്രോഗ്രാം നമ്മൾ നിർവഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വെൺമണി, നമുക്കറിയാം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് വെൺമണി. ഈ വെൺമണി പള്ളിയും അതിനോട് ചേർന്നുള്ള വെൺമണി ചെറിയ ടൗണുമാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കടന്നു വന്ന നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ പ്രോഗ്രാമിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യുവജനങ്ങൾ ഇന്ന് പ്രൊജക്റ്റ് ബേസ്ഡ് ആണ്. അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റീവായിട്ട് അവർ പ്രവർത്തിക്കാനും അവർക്കൊക്കെ ലീഡർഷിപ്പ് അവർക്ക് തുറന്നുകൊണ്ട് വരുവാനും അവർക്ക് സാധിക്കത്തുള്ളൂ. അവിടെ നമ്മളെ യുവജനങ്ങൾക്ക് അവരെ കൂടുതൽ ആക്റ്റീവ് ആക്കാനായിട്ട് ഒരു പ്രോഗ്രാമാണ്. ഇതിൽ ഒരു 10-20-25 പേര് പ്രോഗ്രാം സംബന്ധിക്കും. അല്ലെങ്കിൽ എല്ലാ ജില്ലയിലെ എല്ലാ ദേവാലയങ്ങളിലുള്ള യുവജനങ്ങൾ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നു. എല്ലാവിധമായ മംഗളാശംസകളും ഞാൻ ഈ പ്രോഗ്രാമിനെ അറിയിച്ചുകൊണ്ട് ഔപചാരികമായിട്ട് ഈ ജില്ലയുടെ ഒരു എളിയ ശുശ്രൂഷ എന്ന നിലയിൽ ഈ പ്രോഗ്രാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് ഇത് മഹാഡേവിലും കേരള സംസ്ഥാനത്തിലുമൊക്കെ ഒരു മാതൃകയായി തീരുവാനായിട്ടും ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഉദ്ഘാടന ഭാഗമായിട്ട് ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ മാറ്റുകയാണ്. എനിക്ക് കൂടുതൽ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ദേവാലയത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഉടനെ പോകണം. എല്ലാവരുടെയും സഹകരണം ഓക്കെ, താങ്ക് യു. പ്രിയമുള്ള വെൺമണി ദേശനിവാസികളെ, വ്യാപാര വ്യവസായ അംഗങ്ങളെ, കടന്നു വന്നിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിലെ ചേലച്ചോട് ജില്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങളെ, സഭാസുരക്ഷ എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിലെ സ്നേഹ വന്ദനം. സുവിശേഷ കേരളം എന്ന ആശയത്തോടനുബന്ധിച്ച് ചേലച്ചോട് യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് എക്കോ ഫ്രണ്ട്ലി ഡിസ്ട്രിക്ട് എന്ന പേരില് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ മാസത്തില് ഇതേ ദിവസത്തിൽ തെക്കന്തോണി ദേശം മുഴുവൻ നമുക്ക് ശുചിയാക്കുവാനായിട്ട് സാധിച്ചിരുന്നു. വഴിയോരങ്ങളിലൊക്കെ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന വേസ്റ്റുകളും മറ്റ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുവാനും നമ്മുടെ ദേശം എല്ലാം വൃത്തിയാക്കുവാനും പ്രിയ യുവജന അംഗങ്ങൾക്ക് സാധ്യമായി. അതിനെ തുടർന്ന് ഇന്ന് വെൺമണി സിറ്റിയിൽ കടന്നു വരികയും ഇവിടുത്തെ വഴികൾ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റ് വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ദേശം സുന്ദരമാക്കുവാനും അത് വൃത്തിയാക്കുവാനുള്ള ഒരു ആശയത്തോടു കൂടെയാണ് ഞങ്ങൾ ഏവരും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നിലടങ്ങിയിരിക്കുന്ന കർത്തവ്യം എന്നുള്ളത് ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ആശംസ അറിയിക്കുവാനായിട്ട് വന്നിരിക്കുന്ന മുപ്പതോട് സഭയുടെ വികാരിയായിരിക്കുന്ന ജെയ്സൺ മാവുങ്കൽ അച്ഛനെ യേശുക്രിസ്തുവിന്റെ നാമത്തിലും യുവജന പ്രസ്ഥാനത്തിന്റെ നാമത്തിലും ഈ ദേശത്തിന്റെ നാമത്തിലും അച്ഛനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വെൺമണി ഇടവകയുടെ ശുശ്രൂഷകനായിരിക്കുന്ന MC വിൽസൺ സാർ, കീരിത്തോട് സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഓജൻ മാണി സാർ, അതുപോലെ പുളിക്കത്തൊട്ടി സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സ്റ്റെനോയിൽ സാർ, അതുപോലെ തന്നെ മണിപ്പാറ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അനീഷ് സാർ, ഇവരേവരെയും ഏറ്റവും കൃത്യമായ നാമത്തിൽ ഈ പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കടന്നു വന്നിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിലെ അംഗങ്ങളെയും ജില്ലാ ഭാരവാഹികളെയും അതുപോലെ തന്നെ ഞങ്ങൾ സ്വീകരിച്ച ഇവിടെ വ്യാപാര സംഘങ്ങളെയും അതുപോലെ തന്നെ ഈ ഒരു ഇനാഗുറേഷൻ സെക്ഷൻ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുന്ന ഗ്രാൻജി മാർട്ട് എന്ന് പറയുന്ന ബേക്കറിയിലെ അതുപോലെ ഉടമസ്ഥനെയും അതുപോലെ തന്നെ ഈ വെൺമണി സഭയെയും ഇടവകയും ഇവരെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഏറ്റവും ഹൃദ്യമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.
ഇപ്പോൾ ഈ സമയം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജെയ്സൺ മാവുങ്കൽ അച്ഛനെ ഏറ്റവും ഹൃദ്യമായ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ മെമ്പർമാരായിരിക്കുന്ന ജിഷ മെമ്പറും അതുപോലെ ശ്രീജ മെമ്പറും കടന്നു വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വെൺമണി നിവാസികളെ, ചെലച്ചൂട് സഭാ ജില്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, വിവിധ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരെ, യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ചെലച്ചൂട് സഭാ ജില്ലയുടെ ചെയർമാൻ റവറൻ ജോസ്ലിൻ പി ചാക്കോ അച്ഛൻ നിർവഹിച്ചു. എന്നാൽ ഇന്നത്തെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. CSI കേരള മഹാടവയുടെ ചെലച്ചൂട് സഭാ ജില്ലാ യുവജന പ്രസ്ഥാനം കഴിഞ്ഞ മാസം മുതലേ ക്ലീനിങ് യജ്ഞം തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് മുൻപ് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ജോയൽ സാർ സൂചിപ്പിച്ചതുപോലെ തെക്കൻതോണി മുതൽ ഈ ശുചീകരണ യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ മാസവും രണ്ടാം ശനിയാഴ്ച നമ്മുടെ സമീപ പട്ടണങ്ങളിൽ കടന്നു ചെന്ന് അവിടെ ശുചീകരണ യജ്ഞം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റ് ആവശ്യങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇന്നത്തെ ഈ ശുചീകരണ യജ്ഞത്തിന് വേണ്ടി കടന്നു വന്ന യുവജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യം. അതിന് അറുതി വരുത്തുവാൻ നമുക്ക് കഴിയും. നമ്മുടെ പരിശ്രമങ്ങളിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. ആരെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി നമുക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല. നമ്മുടെ സമീപ പട്ടണങ്ങളിലൊക്കെ, നമ്മുടെ സമീപത്തുള്ള സിറ്റികളിലൊക്കെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായിരുന്നത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ജനതയെ അത് എത്രമാത്രം ബാധിച്ചുവെന്നും നമ്മൾ ഈ നാളുകളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വളരെ മനോഹരമായ ഈ ഹൈറേഞ്ചിനെ മാലിന്യവും മുക്തമാക്കി പരിരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ഈ ശുചിത്വ യജ്ഞത്തിന് വേണ്ടി. എനിക്ക് തോന്നുന്നത് നമ്മൾ തോപ്രാംകുടി വരെയുള്ള പ്രദേശങ്ങളിൽ, അതിനിടയിലുള്ള വിവിധ പട്ടണങ്ങൾ നമ്മൾ ശുചീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇത് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് ഈ ശുചീകരണ യജ്ഞം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇന്നത്തെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന്റെ ആശംസ നൽകുവാനായി വെൺമണി സഭാ സുരക്ഷനായിരിക്കുന്ന സെയിന്റ് വിൻസെന്റ് സാറിനെ ഏറ്റവും ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. CSI കേരള മഹായിടവക ചേലച്ചോട് ജില്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചതിൽ ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. അതിൻ്റെതായിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടും കേട്ടും വളരുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ
മാലിന്യത്താൽ നിറഞ്ഞതായ അനുഭവങ്ങളാണ്. നമ്മുടെ ടൗണുകൾ, നമ്മുടെ റോഡിൻ്റെ പരിസരങ്ങൾ ഒക്കെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൽ നമ്മൾ ഒട്ടും പിശുക്ക് കാണിക്കാത്തവരാണ് പലപ്പോഴും മലയാളികൾ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ചാൽ അറിയാം, വെള്ളക്കുപ്പികളും ജ്യൂസിൻ്റെ കുപ്പികളും അതുള്ളതായിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് നമ്മുടെ ഓടകളും പരിസരങ്ങളും ഒക്കെ വൃത്തികേടായി, അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും അതുപോലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈസ്റ്റ് കേരള മഹാടവക ചേലച്ചോട് സഭാ ജില്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം മുതൽ നമ്മുടെ അടുത്തുള്ളതായ ടൗണുകള്, പള്ളിയുടെ പരിസരങ്ങള്, റോഡിന്റെ വക്കുകളൊക്കെ അവിടെ വലിച്ചെറിയപ്പെട്ടതായിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പഞ്ചായത്ത് അതുപോലുള്ളതായിരിക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ളതായിരിക്കുന്ന തീവ്രമായ യജ്ഞമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ ചേലച്ചോട് സഭാ ജില്ലയുടെയും ഈസ്റ്റ് കേരള മഹായുടെയും പ്രവർത്തകര്, സഭാ ശുശ്രൂഷകര്, അതുപോലെ യൂത്തിന്റെ പ്രവർത്തകര്, ഇവരുള്ളതായ നന്ദിയും സ്നേഹവും ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മാനിക്കട്ടെ. നമ്മുടെ പ്രകൃതിയെ വളരെ മനോഹരമായി കാത്തു സൂക്ഷിക്കുവാൻ, വരും തലമുറയ്ക്ക് പ്രയോജനമുള്ള ദേശങ്ങളായി, റോഡ് വക്കുകളാക്കി തീർക്കുവാൻ അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത അച്ഛനോടും ആശംസ അറിയിച്ച സാറിനോടുമുള്ള എല്ലാവിധ സ്നേഹത്തെയും ഈ നിമിഷം അറിയിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ചുറ്റും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന നിരവധി വേസ്റ്റുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും സംഭാവനകളാണ്. അതുപോലെ തന്നെ ഇതിൽ കടന്നു പോകുന്ന, പാസ് ചെയ്തു പോകുന്ന ആളുകളൊക്കെ അത് വലിച്ചെറിയപ്പെടുന്ന ചെറിയ മുട്ടായി കടലാസാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ ഈ വഴിയിലോട്ടാണ് വലിച്ചെറിയുന്നത്. ഓർക്കണം, നമ്മുടെ ദേശമാണ്. നമ്മുടെ ദേശം സുന്ദരമാകണമെങ്കിൽ അത് നമ്മൾ മാത്രം പ്രയത്നിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ആയതിനാൽ ഇന്ന് ഈ വെൺമണി ടൗൺ മൊത്തം എല്ലാ ഏരിയകളും കവർ ചെയ്ത് വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന എല്ലാ പ്ലാസ്റ്റിക് വേസ്റ്റുകളും, എല്ലാ മാലിന്യങ്ങളും ഞങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇത് വൃത്തിയായതിനു ശേഷം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയും അത് തുടർന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. ആയതിനാൽ ഇനിയുള്ള നമ്മൾ വലിച്ചെറിയാതിരിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുവാനും ഉള്ള അവസരങ്ങളും സാധ്യതകളൊക്കെ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം അത് കറക്റ്റ് സ്ഥലത്ത് നിക്ഷേപിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കണം. നമ്മുടെ കേരളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം നേരിടുന്ന ഒരു ഭീഷണിയാണ് മാലിന്യം എന്നുള്ളത്. അതെല്ലാം നമ്മൾ സംഭാവനയായിട്ട് നൽകുന്നതാണ്. ആയതിനാല് അതെല്ലാം ഇന്ന് വൃത്തിയാക്കും. നമ്മുടെ ഏരിയ മൊത്തം ഇന്ന് ക്ലീൻ ആകാനായിട്ട് പോവുകയാണ്. ഇതിന് ശേഷമുള്ള ദിവസങ്ങളിൽ യാതൊരുവിധ വേസ്റ്റുകളും വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു ഉത്ബോധം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ ഈ നിമിഷം അറിയിക്കുന്നു. ഈ പ്രോഗ്രാം വിജയിപ്പിച്ച് നടത്തുവാനും തുടർന്ന് നമ്മുടെ ഏരിയകളെല്ലാം ക്ലീൻ ആക്കുവാനും ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് വന്ന എല്ലാവരെയും ഒരു നിമിഷം കൂടെ സ്വാഗതം ചെയ്തുകൊണ്ടും നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം നമ്മളിവിടെ ക്ലീനിങ് പണികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് എല്ലാവരും തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ക്ലീനിങ് പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ യൂത്തിൻ്റെ കീഴിലുള്ളതാണ്. നമ്മുടെ ബാനറിൽ കണ്ടുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയാണ്. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലീനിങ് ആരംഭിക്കുക അല്ലേ? ആരംഭിക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്ലീനിങ്ങിൻ്റെ കുറേ പകുതി ഭാഗം ആ സൈഡിൽ കൂടെ പകുതി ഭാഗം എങ്ങനെ പോന്നു? അപ്പോൾ തുടങ്ങിയോ? ഓക്കെ,
ചെറിയൊരു തൂളുമഴ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാട്ടെ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ക്ലീനിങ് പണികൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സാറന്മാരും ചേട്ടന്മാരും നമ്മുടെ യുവാക്കളായിട്ടുള്ള എല്ലാവരും കൂടെ കൂടിക്കൊണ്ടുള്ള ക്ലീനിങ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടമാനം തന്നെയുണ്ട്. നമുക്ക് അതിനുള്ള ചാക്കുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഗ്ലൗസുകളൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ക്ലീനിങ് പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വെൺമണി എന്ന് പറയുന്ന 2 ടൗണുണ്ട്. ആ ടൗണിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ആളുകൾ 2 ഭാഗമായിട്ട് തിരിഞ്ഞിട്ട് ഒരു ഭാഗത്തെ ആൾക്കാരാണിത്. ഇത് മറുഭാഗത്തെ ആൾക്കാരെ നമുക്ക് അപ്പോൾ നമ്മുടെ പണി ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പോകുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണിക്കാം. ഇതിപ്പോൾ ഈ മറുസൈഡിലുള്ള ആൾക്കാർ നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ക്ലീനിങ് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രദേശങ്ങളൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് നമ്മൾ പഞ്ചായത്തിൽ ഇതിൻ്റെ എത്തിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള യുവജനങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്തെ ആളുകളാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവൻ ക്ലീനിങ് ആണ്. ഓരോ സെക്കൻഡ് സാറ്റർഡേയിൽ ഓരോരോ ടൗണുകളും ഓരോരോ പ്രദേശങ്ങളുമാണ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ടൗണിൻ്റെ ഈ പ്രധാന സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്ലീനിങ് ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തയ്യാറായ യുവാക്കളും മറ്റുമെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടർന്നുള്ള ക്ലീനിങ് നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ യുവജനങ്ങൾ ഇവിടെ ക്ലീനിങ് പരിപാടി ഈ വെൺമണിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം വളരെ പ്ലാസ്റ്റിക് അതുപോലുള്ള സാധനങ്ങളെല്ലാം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെൺമണിയിൽ തന്നെയുള്ള ഒരു കട നടത്തുന്ന ചേട്ടനോട് ഈ കുട്ടികൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. ചേട്ടാ, കുട്ടികൾ ഇന്ന് ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തുവാണ്. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ പേര് ഷിബു ചാക്കോ. അപ്പം കുറേ കുട്ടികൾ മുമ്പ് ഇവിടെ എല്ലാം വന്നിട്ട് ഇവിടെ ഇങ്ങനെ അതായത് മഴയൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ ചെറിയ പ്ലാസ്റ്റിക് ഇങ്ങനെ അവരുടെ ഇതെല്ലാം സംഭവങ്ങളെല്ലാം പേപ്പറുകളെല്ലാം അവിടെ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അവർ ഊർജ്ജസ്വരെ തന്നെ ഒരു മടിയും കൂടാതെ അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചു. ഇപ്പം അങ്ങോട്ട് വഴിയിലേക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഭംഗി കാണുന്നുണ്ട്. അപ്പോൾ അവരെത്ര ഒരു സേവന സന്നദ്ധയോടെ കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. അവർക്ക് നേതൃത്വം നൽകിയ ആൾക്കാരെ നമ്മൾ അഭിനന്ദിക്കണം. ഓക്കെ, താങ്ക്സ്. നമ്മളിപ്പോൾ വെൺമണി ടൗണിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ക്ലീനിങ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2-3 ചേട്ടന്മാരിവിടെ ഇപ്പോൾ ഉണ്ട്. അവരോട് ചോദിക്കാം പിള്ളേരൊക്കെ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കാം. ഈ പിള്ളേരൊക്കെ ക്ലീനിങ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക, എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്? ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായമാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കാൻ വന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. എനിക്കും വളരെ നല്ല അഭിപ്രായമാണ്. നമ്മൾ നല്ല മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാന്ന് പറഞ്ഞത് നല്ലൊരു പ്രവൃത്തിയാണ്. ഇതും വീണ്ടും വീണ്ടും തുടരുന്നത് എന്ന് നമ്മൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും ഓരോരോ ഏരിയകളിലാണ് ഈ ക്ലീനിങ് വെച്ചിരിക്കുന്നത് യുവജനങ്ങളായിട്ടുള്ള. അവർ വീട്ടിലൊക്കെ ഇരുന്ന് ഈ മൊബൈലൊക്കെ നോക്കി വെറുതെ സമയം കളയാണ്ട് നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന എല്ലാ സെക്കൻഡ് എൻ്റെ അഭിപ്രായം.
നല്ല അഭിപ്രായം തന്നെ, നല്ല അഭിപ്രായം തന്നെ. ഇത് ഇനിയും തുടർന്ന് മാത്രം തുറന്നുകൊണ്ടാവും. ഓക്കെ, താങ്ക്സ്. എന്താണ് കാലയില്? തോട്ടപ്പെടും. ഓ, പറിച്ചു കളഞ്ഞു. ഇനി രക്തം വന്നോണ്ടിരിക്കും. അത് വരും. തന്നെ പോവാൻ ഇവിടെ തന്നെ പോകുന്നോണ്ടൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അറിയാം നമുക്ക് ബ്ലോക്ക് ഉണ്ടായില്ലോ. ചായ ഉണ്ട് വാ. ഇതൊക്കെ കടന്നു കഴിഞ്ഞാൽ കാലിലൊക്കെ കൊള്ളും. അതുകൊണ്ട് യൂസ് ചെയ്തൊക്കെയാണ് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. നമ്മളിത് മേള അങ്ങോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാ അത് വേണ്ട നമുക്ക്. അപ്പോൾ നമ്മൾ വെണ്മയുടെ മെയിൻ സിറ്റിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലീനിങ് പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് വെണ്മയുടെ മെയിൻ സിറ്റിയിലേക്ക്. ഇത് ഈ റോഡിൻ്റെ ഇരു സൈഡുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പ്ലാസ്റ്റിക് ക്ലീനിങ് മേഖലയായിട്ട്. പ്ലാസ്റ്റിക് മാത്രമല്ല, എല്ലാ റോഡ് സൈഡ് ഇരു സൈഡിലുള്ള എല്ലാ പാഴ്വസ്തുക്കളും നമ്മൾ ശേഖരിച്ച് ഡിസ്പോസൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രവർത്തനം വളരെ ഊർജ്ജമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വെണ്മയുടെ രണ്ടാമത്തെ ടൗണിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ യുവജനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സാർമാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് നമ്മൾ ക്ലീനിങ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗം റോഡിൻ്റെ ഇരു ഭാഗമായിട്ട് തിരിഞ്ഞാണ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റേ സൈഡ് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഈ സൈഡാണ് ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണത്. ഓക്കെ, നമ്മുടെ ചേട്ടന്മാർ ഊർജിതമായ രീതിയിലുള്ള ക്ലീനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെണ്മയുടെ ആദ്യത്തെ ടൗൺ കഴിഞ്ഞ് രണ്ടാമത്തെ ടൗണിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ പരിസരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ റോഡിൻ്റെ സൈഡുകൾ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നത്. കുപ്പികൾ, പ്ലാസ്റ്റിക്കുകൾ, കൂടുകൾ, അങ്ങനെയുള്ള ഇതാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ ഈ നാട്ടിൽ വന്ന് വൈകിട്ടാണ് നേരത്തോട്ട് നമുക്കധികം മഴ പെയ്യുന്നു. നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ സഹോദരങ്ങൾ കട നടത്തുന്നവരൊക്കെ നമുക്ക് ലൈമും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നേക്കാണ്. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം നല്ലൊരു ക്ലീൻ ചെയ്തിട്ടുണ്ട്. 100% ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഒരു 90% സിറ്റി മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യാം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഇന്നത്തെ ഈ കുട്ടികളുടെ ഇവിടുത്തെ യുവജനങ്ങളുടെ ഈ ഒരു പ്രവർത്തനം വെൺമണി ടൗണിൽ കൂടെ റോഡിൻ്റെ സൈഡെല്ലാം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും എൻ്റെ പണി ഏകദേശം ഒരു ഉച്ചസമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് എന്നാണ് ചേട്ടൻ? വളരെ സന്തോഷം തോന്നുന്നു. കുട്ടികൾ നാളുകളുടെ വാഗ്ദാനമാണ് ചെറുപ്പക്കാരെന്ന് പറയുന്നത്. അവർക്ക് സമൂഹത്തോടുള്ള ഒരു കാഴ്ചപ്പാടും അതുപോലെ തന്നെ നമ്മുടെ നാടും നഗരവും എങ്ങനെ ഉണ്ടാവണമെന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാലിന്യ പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു നല്ലൊരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചു. CSI ഈസ്റ്റ് കേരള ചേലച്ചോട് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഈ പ്രവർത്തനത്തിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ വെൺമണി നിവാസികൾക്ക് എല്ലാവർക്കും, അത് പ്രത്യേകിച്ചും ഈ ടൗണിലുള്ള വെൺമണി സിറ്റിയിലുള്ള ആളുകൾക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.
അപ്പം നമ്മുടെ വെൺമണിയിലുള്ള മെമ്പർ വന്നിട്ടുണ്ട്. അപ്പം മെമ്പർ നമ്മുടെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുന്നത് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ കീഴിൽ ഒരു 18ഓളം ബ്രാഞ്ചുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് വെൺമണി, തെക്കന്തോണി, പുളിക്കത്തൊട്ടി ഭാഗങ്ങളിൽ പ്രകൃതി സൗഹൃദ ഗ്രാമങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന യുവജനങ്ങൾ നമ്മുടെ നാടിന് അഭിമാനം തന്നെയാണ്. ഇത്തരത്തിൽ യുവാക്കളെ പ്രേരിതമാക്കുന്ന ഒരു മഹാ ഇടവകയ്ക്ക് തീർച്ചയായും നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടതുണ്ട്. തെക്കന്തോണി ഭാഗത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചപ്പ് ചവറുകളും റോഡരികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ യുവജനങ്ങൾ ചേർന്നാണ് ക്ലീനാക്കിയത്. അതുപോലെ തന്നെ ഇന്ന് വെൺമണി ടൗണിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ക്ലീനാക്കുന്ന യുവജനങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. വെൺമണി പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ ഒരു നിമിഷം തന്നെയാണിത്. വെയിലായതുകൊണ്ട് പ്ലാൻ സാറേ, ഇപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കുട്ടികളെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മുടെ വെൺമണി ടൗണിൽ വൃത്തിയാക്കുകയും മറ്റുമെല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ച് എന്താണ്? ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു മഴയുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടികളെല്ലാവരും ഒന്ന് സ്റ്റാർട്ടിങ് ഒരു ട്രബിൾ ഉണ്ടായിരുന്നു. കാരണം തുടങ്ങാനൊരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വെൺമണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ കുറയ്ക്കുക സാധനങ്ങൾ വേസ്റ്റ് നോക്കിയാൽ ഇത്രയും വേസ്റ്റ് നമ്മുടെ ഈ ചെറിയ ടൗണിൽ കാണും എന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ പരമാവധി കുട്ടികൾ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണിപ്പോൾ. വളരെ സന്തോഷത്തോടെ എല്ലാവരും 2 ടീമായിട്ട് തിരിഞ്ഞ് ശുശ്രൂഷകരും യുവജനങ്ങളും വെൺമണി ടൗണ് താഴത്തെ ആദ്യത്തെ ടൗൺ മുതൽ CSI പള്ളിയുടെ അവിടം വരെ ഉള്ളതായ 2 സൈഡിലെ റോഡുകളിലതായ വേസ്റ്റുകൾ പൊറുക്കി ന്യായമായ വേസ്റ്റുകൾ സംഭരിക്കാണ്ട് സാധിച്ചു. 100% ഞങ്ങളത് അത്രയും ക്ലിയറാക്കി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 90% ഞങ്ങൾക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യുവജനങ്ങൾക്ക് ലഭിച്ച ഒരു നല്ലൊരു ചലഞ്ചാണ് ഇതൊരു ആരംഭം. തുടർന്ന് ഉള്ളതായ ദിവസങ്ങളിൽ എല്ലാ മാസങ്ങളിലും 2ാമത്തെ ശനിയാഴ്ച യുവജനങ്ങളുടെ നേതൃത്വത്തിൽ, ശുശ്രൂഷയുടെ നേതൃത്വത്തിലും അടുത്തതായിട്ട് പട്ടയക്കുടി, പുളിക്കത്തൊട്ടി പള്ളികളിലും അതിൻ്റെ ആ പ്രദേശങ്ങളിലായിരിക്കുന്ന വേസ്റ്റുകൾ ക്ലീൻ ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്, വളരെ അനുഗ്രഹം, വളരെ നല്ലൊരു പ്രോഗ്രാമാണിത്. യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ളതായിരിക്കുന്ന ജനങ്ങൾ ആ കാര്യത്തിൽ കുറേ ബിസിനസ്സുകാരും ഒക്കെ അതിൽ സഹകരിച്ചു. അവർക്ക് വളരെ സന്തോഷമാണ്. അവർ പലരും മിഠായിയും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും ചായയും ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടും ഇപ്പോഴത്തെ തലമുറയ്ക്കൊരു ചലഞ്ചായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ സഹകരിച്ചിട്ടുള്ളതായ എല്ലാ യുവജനങ്ങൾക്കും ഇതിൻ്റെ ന്യൂസുകളൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫോട്ടോകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതായ പ്രിയപ്പെട്ടവരോടും ഒക്കെ ഉള്ളതായ എല്ലാവിധമായ നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ കുട്ടികൾ, യുവജനങ്ങൾ, നമ്മളെല്ലാവരും കൂടെ കൂടി നടത്തിയ ഒരു വെൺമണിയുടെ റോഡിൻ്റെ ഇരു സൈഡിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം. ഇതിനകത്ത് കുട്ടികളുടെയൊക്കെ സഹകരണവും നമ്മുടെ പ്രദേശ സഹകരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈസ്റ്റ് കേരള മഹാ ഇടവകയിലെ ചേലച്ചോട് സഭാജില്ലയിൽ യുവജന പ്രസ്ഥാനമായിട്ട് മാലിന്യ സംസ്കരണം അത് സ്വീകരിക്കലും അത് പഞ്ചായത്തിന് കൈമാറുന്നതിന് വേണ്ടിയും നമ്മൾ ഒരുക്കിയതായ ഈ ഒരു പദ്ധതി യുവജനങ്ങളെല്ലാം പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ ഉപദേശിമാർ, ശുശ്രൂഷകരെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. അതിൽ 2 ടീമായിട്ട് ഞങ്ങൾ തിരിഞ്ഞു. അതിൻ്റെ ഇടതും വലതും 2 സൈഡുകളിലായിട്ട് യുവജനങ്ങൾ 10ഓളം, ഒരു സൈഡിൽ 10ഓളം യുവജനങ്ങൾ ചേർന്നാണ് അത് ഞങ്ങൾ ക്ലീൻ ചെയ്യുകയും ഒരുപാട് പ്ലാസ്റ്റിക്കുകളും ഒരുപാട് കുപ്പികളും മിഠായി കടലാസുകൾ അതുപോലെ തന്നെ പുകയില സാധനങ്ങളുടേതായ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരുപാട് കിട്ടുവാനിടയായി. അങ്ങനെ അത് ഞങ്ങൾ ചാക്കിനകത്ത് പെറുക്കി കൂട്ടി വെച്ചിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള ക്രമീകരണമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രവർത്തനമായിരുന്നു. രാവിലെ
ഞങ്ങൾ ആരംഭിച്ചതാണ്. അതുമാത്രമല്ല ഞങ്ങൾക്ക് കടകളിൽ നിന്ന് വളരെയധികം സപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ലഭിച്ചു ഞങ്ങൾക്ക് ചായ ലഭിക്കുവാനായിട്ട് ഇടയായി. ഞങ്ങളെ ഈ പ്രവർത്തനത്തെ അവർ ഏറ്റവും നല്ല രീതിയിൽ കണക്കാക്കുകയും ഓട്ടോ സ്റ്റാൻഡിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അതിനകത്ത് സഹകരിച്ചു, കടകളിലുള്ള സഹോദരങ്ങൾ അതിനകത്ത് സഹകരിച്ചു, മറ്റ് പ്രിയപ്പെട്ട ഈ പ്രദേശവാസികളെല്ലാം ഇതിനകത്ത് സഹകരിക്കുകയൊക്കെ ചെയ്തു. വളരെ മനോഹരമായിട്ട് ഞങ്ങളത് ക്ലീൻ ചെയ്ത് ഇനിയും തുടർന്നുള്ള ആഴ്ചകളിൽ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരുപാട് യുവജനങ്ങൾ അതിനകത്ത് പങ്കുചേരുകയും ചെയ്തു. ഈ ചേട്ടൻ ഞങ്ങളുടേതായ ഒരു സമീപവാസിയാണ്. ഇദ്ദേഹവും ഞങ്ങളുടെ കൂടെ ചേരുവാനായിട്ട് ഇടയായി. ഏറ്റവും അനുഗ്രഹമായിരുന്നു. താങ്ക് യു. ഓക്കെ, വെൽക്കം. ചേട്ടൻ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്നാ പറയാനുള്ളത്? ഇന്നത്തെ പകരം നിങ്ങൾ ചെയ്ത് ഏറ്റവും വലിയ നന്മയാണ്. ഈ കുപ്പിയും ഇതൊക്കെ പ്ലാസ്റ്റിക് പറക്കണ്ടേ, നമ്മൾ ഏറ്റവും വലിയ നന്മ ചെയ്തത് ജനത്തിന് വേണ്ടി നന്മ ചെയ്തത് നിങ്ങൾ. അന്ന് ഞാൻ 100% അഭിനന്ദനം പറയുന്നു. നമ്മുടെ പിള്ളേർ ചെയ്തതാണല്ലോ, 100% ലൈക്ക് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഓ ശരി. നമ്മുടെ ഈ ഭാഗത്തുള്ള യുവജനങ്ങൾ എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് ഈ ടൗണ് എൻ്റെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ഈ പ്രോഗ്രാം കണ്ടിട്ട് ചേട്ടൻ എന്നാണ് തോന്നുന്നത്? ഞാൻ ഈ പ്രോഗ്രാം കണ്ട് ഇത്രയും യുവജനങ്ങൾ ഒന്നിച്ച് നിന്ന് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാൻ സാറിനോട് സംസാരിക്കാൻ ഇടയായത്. അപ്പോൾ സാർ പറഞ്ഞു CSI ചർച്ചിൻ്റെ കീഴിൽ വരുന്ന ചേലച്ചോട് കേന്ദ്രീകരിച്ചുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു. യുവജനങ്ങൾ ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. കാരണം സാധാരണ പള്ളികളിലെ യുവജനങ്ങൾ പള്ളി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ മാത്രമാണ് പലപ്പോഴും കാണാറ്. പക്ഷേ ഇത് റോഡിലിറങ്ങി പൊതുജനങ്ങളോടൊപ്പം നിന്ന് ഒത്തിരി വലിയ കാര്യം പഞ്ചായത്തിനും മറ്റു സംവിധാനത്തിനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. ചേട്ടൻ്റെ പേരെന്ന് പറയും? എൻ്റെ പേര് ബിജു വർഗീസ് എന്നാണ്. ഞാൻ വാഴത്തോപ്പിൽ താമസിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ IT പ്രൊഫഷനിലാണ്. പ്രൊഫഷനിൽ നിൽക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക്സ്. അപ്പോൾ വന്ന അഭിപ്രായത്തിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ. അപ്പം ചേട്ടാ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഈ വെൺമണിയിൽ പ്ലാസ്റ്റിക് നിർമ്മാണത്തിനെതിരെ കുട്ടികളെല്ലാം ക്ലീൻ ചെയ്യുക. ചേട്ടൻ കണ്ടിട്ട് എന്താ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയാം? ശരിക്കും വളരെ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ നല്ലൊരു കുട്ടികൾ അതായത് ഇന്നത്തെ തലമുറയിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു കാലമാണ്. കാരണം ഇപ്പോൾ ഇതുപോലൊരു നല്ല പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞ ഈ കുട്ടികൾക്ക്, അതായത് വെൺമണി എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ ഇങ്ങനൊരു നല്ല പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നമ്മുടെ നിതിനെ പോലുള്ള വളരെ നല്ലവരായ കുറേ ചെറുപ്പക്കാർ കൂടി ഈ നാട്ടിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ, അതായത് ഒരു സംഘടനയുടെ കീഴിലാണെങ്കിൽ പോലും വെൺമണി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇതുപോലൊരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഉപകാരം. നല്ലൊരു അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന് ഭയങ്കര ഒരു അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്ത് ചെറിയ സഹായങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നടന്ന ചെറിയൊരു ഒരു ഉരുൾപൊട്ടൽ, വയനാട് നടന്ന ഒരു ഉരുൾപൊട്ടലിനോടനുബന്ധിച്ച് ഞങ്ങളിവിടെ ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് അഡ്മിനാണ് നമ്മുടെ നിതിൻ എന്ന ആൾ. അദ്ദേഹം ഒരു 100-150 പേരെ ഓൾറെഡി അതിനകത്ത് അഡ്മിനാക്കി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ അതുപോലെ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇവിടെ നടക്കുന്ന ചെറിയൊരു അനക്കം പോലും, എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു അപകടം പോലും ഉണ്ടായാൽ അപ്പം തന്നെ ആ ഗ്രൂപ്പിൽ അറിയിക്കുകയും സുഹൃത്തുക്കളെല്ലാം കൂടെ ഓടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നാട്ടിൽ. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും വരുന്ന ചെറിയ പിഞ്ചു തലമുറകൾക്ക് അതൊരു നല്ലൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ പറയുക? എൻ്റെ പേര് സുധീഷ്. ഇത് ചെറിയൊരു കടയൊക്കെ ആയിട്ട്. ശരി, താങ്ക് യു. അപ്പോൾ അവനെപ്പോലുള്ള ചെറുപ്പക്കാരിങ്ങനെ കൂടിയിട്ട് ജാതിമത ഭേദമന്യേ അതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വെൺമണിയെ സംബന്ധിച്ച് ജാതിമത ഭേദമന്യെന്ന എല്ലാവരും കൂടെ ഉൾപ്പെടുന്ന, വയനാടൊക്കെ സംഭവിച്ചു, എല്ലാവരും മണ്ണിനടിയിലായി പോയി. അപ്പോൾ ആർക്കും ജാതിയില്ല, മതമൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടി പങ്കെടുത്തിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള പഴയ തലമുറയ്ക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതുപോലുള്ള പുണ്യ പ്രവർത്തികൾ ആർക്കും ഇതിൽ സഹായിക്കാൻ ഞങ്ങളൊക്കെ ഓക്കെ.
ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ത് പ്രോഗ്രാമായിരുന്നു? നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചേർച്ചോട് ജില്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് നമ്മുടെ ജില്ലയിലെ 18 പള്ളികളിലെ യുവജനങ്ങൾ ചേർന്നുകൊണ്ട് നമ്മുടെ പള്ളിയുടെ പരിസരവും സമീപ ടൗണുകളൊക്കെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന ഒരു രീതിയിലേക്ക്, ഒരു ക്ലീനിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ലീനിങ് പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിപ്പോൾ വെൺമണി ടൗണിൽ നിന്ന് തുടങ്ങി നമ്മുടെ പള്ളിയിൽ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ യുവജനങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവരുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മുടെ ടൗണുകളിലൊക്കെ വഴിയോരങ്ങളിലൊക്കെയും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസാസ്റ്റേഴ്സിനൊക്കെ ഒരു പരിധിവരെ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ മുൻപോട്ട് ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ഭീഷണിയായി മാറുന്നതിന് മുൻപേ, ഭീഷണിയാണ് എങ്കിൽ പോലും ഇനി ഭാവിയിലേക്കും നമ്മുടെ ശുദ്ധവായു അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലും വില കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു സാഹചര്യം നമ്മളുടെ നാട്ടിൽ വരുന്നതിന് മുൻപേ നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത്രത്തോളം ബെറ്റർ ആയിരിക്കും. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ പ്രോഗ്രാമിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്തായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, അങ്ങനെയൊക്കെ എന്താ പറയുന്നത്, ഇന്ന് ജില്ലാ യുവജനങ്ങളെല്ലാം കൂടി നമ്മുടെ വെൺമണിയിൽ എല്ലായിടത്തും വേസ്റ്റ് വർക്കുമായിരുന്നു. അവിടുത്തെ കുറച്ച് ആൾക്കാരും കൂടെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ചാക്ക് പറക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് കൂടി പറയണം, ഇനി വേസ്റ്റ് ഇടുന്നൊക്കെ എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ട് ഹരിതകർമ്മസേനയുടെ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മൾ അതുപോലെ ഇപ്പോൾ ചെയ്യും. പിന്നെ ഇവരെല്ലാവരും നമ്മളെ സഹായിച്ചു. പിന്നെ മെമ്പർ വന്നായിരുന്നു. അപ്പോൾ വളരെ വിജയകരമായിട്ട് നടക്കും. അപ്പം നല്ലൊരു ക്ലീനിങ് അല്ലേ, ഗ്രീൻ കേരള എക്കോ ഫ്രണ്ട്ലി ചർച്ച് ആണ് നമ്മൾ ഇതിനൊരു തീം ഇട്ടേക്കുന്നത്. എങ്ങനെ? എക്കോ ഫ്രണ്ട്ലി ചർച്ച്. എക്കോ ഫ്രണ്ട്ലി ചർച്ച്. അപ്പോൾ എല്ലാ പള്ളിയിലും പോയി നമ്മളിങ്ങനെ ഇവിടെ രണ്ടാമത്തെ പള്ളിയാണ്. കഴിഞ്ഞ തവണ നമ്മൾ തെക്കൻതോണി പള്ളിയിലാണ് പോയത്. നമ്മൾ പള്ളിയുടെ നേതൃത്വത്തിൽ നമ്മൾ അതിന് ചുറ്റുപാടുള്ള ടൗണുകൾ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ടും കിട്ടിയത്? പ്ലാസ്റ്റിക്, എന്താ പറയുക, നമ്മൾ ഈ കറിയുടെ ഒക്കെ പ്ലാസ്റ്റിക് കവറുകൾ, പിന്നെ കുപ്പികളാണ് കൂടുതലും കിട്ടിയേക്കുന്നത്. ഈ വെള്ളം കുടിച്ചിട്ടൊക്കെ കളയുന്ന കുപ്പികൾ, പിന്നെ മിഠായിയുടെ പ്ലാസ്റ്റിക്കുകൾ, ഇങ്ങനെയുള്ളതൊക്കെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വർക്ക് നല്ലതായിരുന്നു അല്ലേ? നല്ലൊരു വർക്കായിരുന്നു. ശരി, ഓക്കെ. എല്ലാവരും പെട്ടെന്ന് പോരെ. വെൺമണി ടൗണിൽ പ്ലാസ്റ്റിക് കുറക്കായിരുന്നു. പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുപ്പി വെള്ളം കുടിച്ചിട്ട്, പിന്നെ മിഠായിയുടെ കവർ, എല്ലാവരും യൂസ് ചെയ്ത സാധനങ്ങൾ, അപ്പം റോഡിൻ്റെ സൈഡിൽ കൂടെ ഇടുന്നതും, പിന്നെ ഇൻസുലിൻ്റെ സിറിഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിനനുസരിച്ചാണ് ഞങ്ങൾ യൂത്തിൻ്റെ മൂവ്മെൻറ്റായിട്ട് എല്ലാവരും ഒന്ന് ക്ലീനിങ് പരിപാടി നടത്തിയത്. എല്ലാവരും സഹകരിച്ചു. ഒരു നല്ലൊരു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് ചെയ്യാൻ പറ്റി പുതിയ തലമുറയ്ക്ക് വേണ്ടി. ഇനിയും നമുക്ക് എല്ലാ പ്രാവശ്യവും ചെയ്യേണ്ടത് ഇതുപോലെ. ഇനിയും ടൈം വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. തീർച്ചയായിട്ടും ചെയ്യാം. ശരി, ഓക്കെ. നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് പ്രവർത്തനത്തിന് കിട്ടിയിരിക്കുന്നതാണ്. നമ്മൾ ഇതുകൊണ്ടാണ് ഇത്രത്തോളം ചാക്കാണ്. നമ്മൾ വളരെ 2 ചാക്ക് സാധനമേ കിട്ടത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തതാണ് വെൺമണി ടൗൺ. അപ്പോൾ അതിനുശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഇത്രത്തോളം ചാക്കുകളാണ് നമുക്ക് വേസ്റ്റായിട്ട്, പ്ലാസ്റ്റിക്കുകൾ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ സാറിനോട് തന്നെ ഒന്ന് ചോദിക്കാം. സാറേ, ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് സാറ്
പറയാം. നമ്മൾ വെറും 2 ചാക്കേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെൺമണി ടൗണിൽ കൂടെ പോയി നമ്മൾ നിരത്തി വെച്ചിരിക്കുന്ന ചാക്കുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക്, വേസ്റ്റുകളാണ് നമുക്ക് വെൺമണി റോഡിന് ഇരുവശങ്ങളിൽ നിന്ന് കിട്ടും അല്ലേ? ഇതെല്ലാം നമ്മുടെ സംഭാവനകളാണ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിച്ചിട്ടും അതുപോലെ ബിങ്കോ അതുപോലെയുള്ളതായിരിക്കുന്ന ജ്യൂസിൻ്റെ കുപ്പികൾ ഒക്കെ ഇങ്ങനെ വലിച്ച് നമ്മൾ എറിയുന്നതാണ്. നമ്മൾ ഒരു ചാക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ 6-7 ചാക്ക് സാധനങ്ങളാണ്. ഇതിഷ്ടം പോലെ നമ്മളിങ്ങനെ വലിച്ചെറിയുന്നതായ പ്രവണത നമ്മളത് കളയേണ്ടതാണ്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ടൗണുകളൊക്കെ ഇങ്ങനെ മാലിന്യമുക്തമായി തീരും. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിക്കും. ഓക്കെ സാറേ, നമ്മളിന്നിപ്പോൾ വെൺമണി ടൗണ് ക്ലീൻ ചെയ്തു. നമ്മുടെ യൂത്ത് പിള്ളേരെല്ലാവരും കൂടെ കൂടി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇത്രയും. നമ്മൾ വെറും ഒരു 2 ചാക്കും കൊണ്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം ഇതിനകത്ത് 10-16ഓളം ചാക്ക് ഇത്രയും വേസ്റ്റുകളാണ് നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണത്? ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ഈ വെൺമണി ഇടവകയിൽ ചേലച്ചോട് ജില്ലയുടെ യുവന പ്രസ്ഥാനമായിട്ട് നടത്തിയ ഈ ക്ലീനിങ് യജ്ഞം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നന്മയിലേക്കാണ് നമ്മളെ വഴി കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു നിന്ന നാട്ടുകാർക്കും അല്ലെങ്കിൽ ഏത് വ്യക്തിക്കും എൻ്റെ നാടാണ്, എൻ്റെ സിറ്റിയാണ്, ഞാൻ എൻ്റെ ഒരു അശ്രദ്ധ മൂലമാണ് ഇത്രയും വേസ്റ്റ് ഇവിടെ വേസ്റ്റ് കിട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട് വളരെ ശുദ്ധമായിട്ട് തീർക്കുവാൻ അല്ലെങ്കിൽ ശുദ്ധമായിട്ട് നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരും. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം. ഓക്കെ, താങ്ക്സ്. നമ്മുടെ എക്കോ ഫ്രണ്ട്ലി പ്രൊജക്റ്റിൻ്റെ സ്റ്റേജ് 4 ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റേജ് 1 നമ്മൾ മിക്ക പള്ളികളിലും ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അത് നമ്മൾ പൂർത്തീകരിച്ചു. സ്റ്റേജ് 2 അത് തന്നെ നമ്മൾ ചെയ്തു. എന്നാൽ സ്റ്റേജ് 3 തെക്കന്തോണി ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററുള്ള പള്ളിയിൽ ചെന്നിട്ട്, ഞാൻ പ്രവർത്തിക്കുന്ന പള്ളിയാണ്, അവിടെ ചെന്ന് അവിടെ ആ ഏരിയ മൊത്തം ക്ലീൻ ആക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു. സ്റ്റേജ് 4 ആണ് വെൺമണി സിറ്റിയും വെൺമണി ഇടവകയും ചേർന്നുള്ള ക്ലീനിങ്. അത് നമ്മൾ ജില്ലാ യുവജന പ്രസ്ഥാന അംഗങ്ങളും ജില്ലയിലെ സഭാ സുരക്ഷയുടെ അച്ഛന്മാരെല്ലാവരും പങ്കെടുത്തു. അത് ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരിക്കുന്ന വേസ്റ്റുകളുടെ എണ്ണം 2 ചാക്കായിട്ട് വന്നതാണ് ഞങ്ങൾ വേസ്റ്റ് പറക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഏകദേശം 10-15ഓളം ചാക്ക് വേസ്റ്റാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവത്തുള്ളൂ. നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ചാൽ മാത്രം പോരാ, അത് എവിടെ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം കൂടെ പഠിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ നിക്ഷേപിക്കാനായിട്ട് കറക്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും വരില്ല. അപ്പോൾ വലിച്ചെറിയും ഡിസിൻ ത്രോ എന്നാണ്, ത്രോ ചെയ്ത് നിർത്തിയിട്ട് അത് കറക്റ്റ് ഇതിൽ ഡിസ്പോസ് ചെയ്യാം. അത്രേ ഉള്ളൂ. താങ്ക് യു. ഗ്രീൻ ഗ്രീൻ. നമ്മൾ ഇന്നത്തെ ക്ലീനിങ് നമ്മൾ കഴിഞ്ഞിരിക്കുവാണ്. വെൺമണി ടൗണ് ആണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു ഉച്ച 2 മണിയോടെ അടുത്താണ് ഇപ്പം എത്തിയിരിക്കുന്നത്. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. സിറ്റികളെല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ ഫലവത്തായ രീതിയിൽ ചെയ്യാൻ പറ്റി. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ, എൻ്റെ പിറകിൽ കാണുന്ന ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള വേസ്റ്റുകളാണ് നമുക്കിവിടെ കിട്ടിയത്. വെറും 2 ചാക്കും കൈ പിടിച്ചുകൊണ്ട് പോയതാണ്. 10-16ഓളം ചാക്ക് സാധനങ്ങളാണ് നമുക്ക് ഈ കാണുന്നുണ്ടോ ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മളെല്ലാ പട്ടണങ്ങളിലും തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പട്ടണ പ്രദേശങ്ങൾ, നമ്മുടെ ടൗണുകൾ വളരെ ക്ലീനാക്കാൻ പറ്റും. അതുപോലെ തുടർന്നുള്ള സെക്കൻഡ് സാറ്റർഡേകളൊക്കെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ക്ലീനിങ്ങൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും വിശ്രമിക്കുകയാണ്. നമ്മൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നിർത്തുവാണ്. ഇന്നത്തേക്ക് പിരിയുകയാണ്. തുടർന്ന് അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.